إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ നിശ്ചയിച്ച സർവ വിധിവിലക്കുകളും പാലിച്ച് റയ്യാൻ എന്ന കവാടം സ്വർഗപ്രവേശനത്തിന് വേണ്ടി നേടിയെടുക്കുന്ന സൽക്കർമ്മകാരികളും സച്ചരിതരുമാകുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്ന് വിശുദ്ധ റമളാൻ അതിൻ്റെ അവസാന 10 പ്രവേശിക്കാനിരിക്കെ എന്നെയും നിങ്ങളെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ 2 പത്തുകളെ അഥവാ 20 നോമ്പുകൾ പൂർത്തിയാക്കാനിരിക്കുകയും അവസാനത്തെ 10 വളരെ സജീവമായി കൊണ്ട് വിശുദ്ധ റമളാനിൻ്റെ അമൂല്യ നിമിഷങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ഇസ്ലാമിക സമൂഹം ഒരുക്കത്തിലേക്ക്, ആത്മീയതയുടെ ആവേശത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഈ 10 ദിനങ്ങളിലെ സൗഭാഗ്യം നഷ്ടപ്പെടുത്താത്ത വിധത്തിലുള്ള സമയക്രമീകരണം നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ ഭിന്ന ഭാഗങ്ങളെയൊക്കെ തർത്തീബാക്കിക്കൊണ്ട് പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് സന്മനസ് കാണിക്കുന്ന, ആസൂത്രണം നടത്തുന്ന സൽക്കർമ്മകാരികളും തഖ്വ നേടിയെടുക്കുന്നവരുമായ മുഅ്മിനീങ്ങളിൽ, മുസ്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. 20 നോമ്പിനകം നമ്മൾ നിർവഹിച്ച എല്ലാ കർമ്മങ്ങളും നാഥൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ പോലും വീണ്ടും തീക്ഷ്ണമായ പരീക്ഷണത്തിലേക്ക് എടുത്തെറിയപ്പെടുന്ന, മനസ്സാക്ഷി മരവിപ്പിക്കുന്ന വിധത്തിലുള്ള വിധിക്ക് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലസ്തീൻ, ഗസ നിവാസികൾ, ജനതയെ അള്ളാഹു അതിജീവനം നൽകുമാറാകട്ടെ. ഈ റമളാനിലെ അവരുടെ ഷഹാദത്ത്
അനശ്വരമായ സ്വർഗീയ ജീവിതത്തിലെ അനുഗ്രഹ ആധിക്യം കൊണ്ട് അള്ളാഹു അവർക്ക് പകരം നൽകുമാറാകട്ടെ. ഈ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ 10 പ്രവേശിക്കുമ്പോൾ പ്രവാചകന്റെ ചര്യയിൽ നിന്നാണ് നമുക്ക് പാഠം ഉൾക്കൊള്ളുവാനുള്ളത്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു, ഇദാ ദഖലൽ അശ്റു, റമളാൻ അതിൻ്റെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ, വിശുദ്ധ റമളാൻ അതിൻ്റെ അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ പ്രവാചകന്റെ നടപടിക്രമങ്ങൾ 2 10കളിൽ നിന്ന് വിഭിന്നമായി തീരുകയാണ്. അഹ്യൽ ലൈല, രാത്രിയെ സജീവമാക്കുന്നു. അതിൻ്റെ ശറഹിൽ കാണാം, പ്രവാചകൻ ഉറങ്ങാൻ പോലും നിശ്ചിത സമയം, അതല്ലെങ്കിൽ ഉറങ്ങിയിട്ടില്ല എന്ന രൂപത്തിൽ അഹ്യൽ ലൈല, രാവിനെ സജീവമാക്കിയിരുന്നു എന്ന്. വയഖലാഹ്ല, തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയാണ്. പുതിയ കാലത്ത് കുടുംബത്തെ ഏതൊക്കെ വിഷയത്തിൽ വിളിച്ചു ഉണർത്തണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഓരോ തലത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വിശുദ്ധ റമളാനിൻ്റെ ഓരം ചേർന്ന് വിശുദ്ധ റമളാനിൻ്റെ പുണ്യവും പ്രാധാന്യവും പവിത്രതയും അതിന് കളങ്കമേൽപ്പിക്കുന്നത് ഈ ഖൗമിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതിനെ ഏറെ ജാഗ്രതയോടെ നമ്മൾ നോക്കിക്കാണണം. അതുകൊണ്ട് അവസാനത്തെ 10 അവസാനത്തൊരു അവസരമാണ്, ഒരു ഗോൾഡൻ ചാൻസ് ആണ്. റീതിങ്കിങ്ങിന് വേണ്ടി, റിഫോർമേഷന് വേണ്ടി, നമ്മുടെ കുടുംബത്തെ ഇസ്ലാമികവൽക്കരിക്കാൻ വേണ്ടി, പടച്ചറബിലേക്കുള്ള തഖ്വയുടെ പാതേയം കുടുംബസമേതം സംഭരിക്കാൻ വേണ്ടി അള്ളാഹു നൽകുന്ന ഈ അവസരത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഓട്ടമത്സരത്തിൽ ഓടി ഓടി അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പുണ്ട് ഒരാളിക്കത്തി ആവേശത്തോടെയുള്ള ഒരു ഓട്ടം, ആ മൂവ്മെന്റ്. അത് നമ്മൾ ആലോചിച്ചാൽ മതി. ദ ലാസ്റ്റ് ആൻഡ് അമേസിങ് വണ്ടർഫുൾ മൂവ്മെന്റ്സ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അറിഞ്ഞ, ആ ദീനിന്റെ മൗലിക പ്രമാണമായ വിശുദ്ധ ഖുർആൻ അടുത്തറിഞ്ഞ, ആ ഖുർആനിന്റെ അവതരണം നടന്ന നിർണയത്തിന്റെ രാവിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ആളുകൾക്ക് ഇതിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയാണ്. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മക്കളെയൊക്കെ വിളിച്ചുണർത്തുന്നുണ്ട്, യാത്ര പോകാൻ വേണ്ടി വിളിച്ചുണർത്തുന്നുണ്ട്, ഭൗതികമായ പല കാര്യങ്ങൾക്കും വേണ്ടി വിളിച്ചുണർത്തുന്നുണ്ട്. നമ്മുടെ മക്കൾ പരീക്ഷയിൽ തോറ്റാലും വേണ്ടില്ല, ജീവിതത്തിൽ അവർ പരാജയപ്പെടാതിരിക്കണമെന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ ആലോചിക്കുന്നു എങ്കിൽ ഇതാ അവസാന ചാൻസ്, ഇതൊരു ലാസ്റ്റ് ബസ്സാണ്. കാരണം ഇനി റമളാൻ അവസാനിച്ചാൽ സ്വർഗ കവാടങ്ങൾ അടക്കപ്പെടുകയും നരക കവാടങ്ങൾ തുറക്കപ്പെടുകയും പിശാചുക്കൾ ബന്ധനത്തിൽ നിന്ന് മോചിതരായി തീരുകയും അഥവാ അധർമ്മങ്ങൾ, തോന്നിവാസങ്ങൾ വരാനിരിക്കുന്ന 11 മാസം ഇതിനേക്കാൾ കൂടും എന്നതല്ലാതെ കുറയാൻ സാധ്യതയില്ല. ആ കൂടുന്ന തിന്മകളുടെ ആധിക്യങ്ങളിൽ എണ്ണം വർദ്ധിപ്പിക്കാൻ ഈ ഉമ്മത്തിൽ നിന്ന് ഒരാളും ലഭിക്കാത്ത വിധത്തിലുള്ള ഒരുക്കം നടത്താൻ, ആസൂത്രണം നടത്താൻ, മുൻകരുതലുകൾ നടത്താൻ, മാറ്റം വരുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ പരമകാരുണ്യകനായ പടച്ച റബ്ബിത വിശുദ്ധ റമളാനിന്റെ അവസാന സമയം അവസരം തന്നിരിക്കുകയാണ്. അള്ളാഹു ആയുസ് നൽകുമാറാകട്ടെ, അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. റമളാനിനെ പൂർണ്ണമായി ലഭിക്കുന്ന വിധത്തിൽ അള്ളാഹു നമുക്ക് എല്ലാ ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുകയാണ്. വജദ്ദ, അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തുന്നു. വശദ്ദൽ മിഅ്സറ, ഉടുതുണി മുറുക്കിയെടുക്കുകയാണ് എന്ന്. അഥവാ എല്ലാ തരത്തിലുമുള്ള തർത്തീബുകൾ, എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങൾ നടത്തി അവസാനത്തെ 10 പ്രവാചകൻ പ്രവേശിച്ചിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം പാപമോചനത്തിന് വേണ്ടി മനസ്സിൽ അടിഞ്ഞുകൂടിയ തിന്മകളുടെ മാറാലകളെ തൗബയുടെ തെളിജലം കൊണ്ട് ശുദ്ധീകരിച്ച് ആ പാപക്കറകളൊക്കെ കണ്ണീർ കണങ്ങളായി കവുകളിലൂടെ ചാരിട്ടൊഴുക്കിക്കളഞ്ഞ് റബ്ബിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാനുള്ള അവസരമാണ്. വിശുദ്ധ റമളാനിനെ 1 മാസം കണ്ടുമുട്ടിയിട്ട് വിശുദ്ധ റമളാനിന്റെ അനുഗ്രഹീത രാപ്പകലുകളിൽ 1 മാസം ജീവിക്കുവാൻ ആയുസ് ദൈർഘ്യം അള്ളാഹ് അനുഗ്രഹമായി അനുവദിച്ചു തന്നിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമാണത്, വലിയ പ്രയാസമാണത്. നികത്താനാവാത്ത തീരാ കയത്തിലേക്കാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മിൽപ്പെട്ടവര് പതിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ പ്രവാചകൻ മിമ്പറിൽ കയറുകയാണ്. 3 സമയത്ത് ആമീൻ പറഞ്ഞു.
സഹാബികൾ ഖുതുബക്ക് ശേഷം പ്രവാചകനോട് ചോദിച്ചു, താങ്കൾ എന്താണ് 3 തവണ ആമീൻ പറഞ്ഞത് എന്ന്. ജിബ്രീൽ വന്ന് 3 പ്രാർത്ഥനകൾ നടത്തുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ നടത്തിയ പ്രാർത്ഥനയുടെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആമീൻ പറഞ്ഞു പോയത് എന്ന്. പ്രായം ചെന്ന മാതാപിതാക്കളെ കിട്ടിയിട്ട് അതുവഴി സ്വർഗം നേടിയെടുക്കാൻ ഭാഗ്യമില്ലാത്ത, അതിനുവേണ്ടി സന്നദ്ധത കാണിക്കാത്തവർക്ക് മക്കളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്നും, അതേപോലെ വിശുദ്ധ റമളാൻ 1 മാസം അള്ളാഹു സൗഭാഗ്യമായി നൽകിയിട്ട് അതുവഴി പാപങ്ങൾ പൊറുപ്പിക്കാൻ അവന് ഒരുക്കം നടത്തിയില്ല, അതിനു വേണ്ടിയിട്ട് അവൻ ആസൂത്രണം നടത്തിയില്ല, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന വിധത്തിൽ റമളാനിക ചൈതന്യത്തെ അവൻ ഉൾക്കൊണ്ടില്ല എങ്കിൽ അവന്റെ മേലും അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പേര് കേട്ട് സ്വലാത്ത് ഉരുവിടാത്തവന്റെ മേലും അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഈ 3 കാര്യങ്ങളിലാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന് പറയാണ്. ഇതിലൊന്ന് റമദാൻ 2-10 കഴിയാനിരിക്കുന്നു. ഇനി അവസാനത്തെ 10 ഇതിങ്ങനെയൊക്കെ യാത്രയാക്കി. പക്ഷേ മൻ സോമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരാണോ പ്രതിഫലേച്ഛയോടെ അങ്ങേയറ്റത്തെ വിശ്വാസബോധ്യത്തോടെ നോമ്പനുഷ്ഠിക്കുന്നത് എങ്കിൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പടച്ചറബ് പൊറുത്തു നൽകുമെന്നാണ്. അള്ളാഹു ഓരോ ദിനത്തിലെ നോമ്പിലൂടെയും നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരുമാറാകട്ടെ. എല്ലാ തെറ്റുകുറ്റങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന വിധത്തിൽ തഖ്വയുള്ള നോമ്പായി അള്ളാഹു നമ്മുടെ വ്രതത്തെ പരിഗണിക്കുമാറാകട്ടെ. അപ്പൊ തൗബയാണ് പ്രധാനം, ഇസ്തിഗ്ഫാർ തന്നെയാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കേണ്ട സമയങ്ങളാണിത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും തൻ്റെ തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ തന്നെ പടച്ചറബിനോട് ഏറ്റുപറയുക. തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത പ്രവാചകൻ പടച്ചറബിലേക്ക് ഏറ്റുപറഞ്ഞ് മടങ്ങുന്ന തൗബ, ഇസ്തിഗ്ഫാർ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, വല്ലാഹി അല്ലാഹുവാണ്, ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അല്ലാഹുവിനോട് പാപമോചനം തേടാറുണ്ട്, വഅതൂബു ഇലൈഹി, അവനിലേക്ക് പശ്ചാത്താപം നടത്താറുണ്ട്, ഫിൽ യൗമി, ഒരു ദിനത്തിൽ, അക്സറ മിൻ 70 മറ, 70-ലധികം തവണ. തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്ത നിഷ്കളങ്ക പ്രവാചകൻ, ആദ്യമായി അന്ത്യനാൾ സംഭവിച്ചാൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന പ്രവാചകൻ, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന പ്രവാചകൻ, പരിഗണിക്കപ്പെടുന്ന ശുപാർശക്ക് അർഹത നേടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി വിശേഷണങ്ങളാൽ ഐഹികത്തിലും പരലോകത്തും പദവിയാൽ അലങ്കരിക്കപ്പെടുന്ന പ്രവാചകൻ പോലും പറയുകയാണ്, 70-ലധികം തവണ ഞാൻ ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് എന്ന്. ഞാനും നിങ്ങളുമൊക്കെ റമളാനിന്റെ മുമ്പ് കഴിഞ്ഞ 11 മാസങ്ങളിൽ നമ്മുടെ ശരീരവും മനസ്സും സമ്പത്തും സംസാരവും ഒക്കെ പലയിടങ്ങളിൽ കയറിയിറങ്ങി തെറ്റുകുറ്റങ്ങളുമായിട്ടാണ് പരിശുദ്ധ റമളാനിൽ നമ്മുടെ പാപത്തിന്റെ പരിവാരങ്ങളെ നോമ്പാകുന്ന പരിച കൊണ്ട് പരാജയപ്പെടുത്താനായി ഇറങ്ങിത്തിരിച്ചത്. റമളാനിലും പാപങ്ങൾ പറ്റിയിട്ടുണ്ടാകാം, മനുഷ്യ സഹജമായ ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, വിധിവിലക്കുകളൊക്കെ തെറ്റിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അള്ളാഹു കാരുണ്യവാനാണ്. നിരാശപ്പെടരുത്. എന്നാൽ നിങ്ങൾ ഒരുക്കം നടത്തണം, റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തണം, കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി നാഥനിലേക്ക് അടുക്കണം. തൗബ എന്ന പദത്തിന്റെ അർത്ഥം പോലും മടക്കമെന്നാണ്. പടച്ച റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം. പലതിലേക്കും നമ്മൾ മടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭൗതിക പ്രമത്തതയാൽ ഈ ദുനിയാവ് നമ്മെ പലതിലേക്കും മടക്കിക്കൊണ്ടുപോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നടക്കണം. തെറ്റുകളെ തിരുത്തി പടച്ച റബ്ബിലേക്ക് തിരിഞ്ഞു നടക്കുന്ന ജീവിത നിലപാടിന്റെ പേരാണ് പശ്ചാത്താപം, തൗബ എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള അധർമ്മങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, രഹസ്യ പരസ്യമാകട്ടെ, പ്രത്യക്ഷ പരോക്ഷമായി ചെയ്തതാകട്ടെ, കുറഞ്ഞതാകട്ടെ, കൂടുതലാകട്ടെ, നിസ്സാരമാക്കി കളയരുത്. ചില നമ്മൾ വിചാരിക്കും ചെറിയ തെറ്റാണ് ചെയ്തത് എന്ന്. തെറ്റ് ചെറുതാകാം ചെയ്തത്, പക്ഷേ ധിക്കരിച്ചത് വലിയവനെയാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാകണം. അങ്ങനെയാണല്ലോ പല ബന്ധങ്ങളിലും നമ്മൾ ചെറിയ തെറ്റ് പോലും, എൻ്റെ സംസാരം പോലും, എൻ്റെ നോട്ടം പോലും, എൻ്റെ പെരുമാറ്റം പോലും, എൻ്റെ ഐ കോണ്ടാക്ട് പോലും, ഇന്ന ആളോട്, ഇന്ന വ്യക്തിയോട് ഇന്ന സമയത്ത് അങ്ങനെ ആകാൻ പാടില്ല എന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിലും സൗഹൃദങ്ങളിലുമൊക്കെ നിഷ്കർഷയും നിർബന്ധ ബുദ്ധിയുമുള്ളവരാണ്. അപ്പൊ ചെറിയ തെറ്റ് ചെയ്തത് പടച്ച റബ്ബിന്റെ കൽപ്പനയാണ്, റബ്ബുൽ ആലമീന്റെ കൽപ്പനയാണ് നമ്മൾ ധിക്കരിച്ചത്. അതുകൊണ്ട് ആ ചെറിയ തെറ്റുകളൊക്കെ കൂട്ടിക്കൂട്ടി അവസാനം സ്വർഗം നിഷിദ്ധമാകുന്ന തെറ്റുകളുടെ പാരാവാരത്തിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടി വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ അസ്സമാവാതു വൽ അർള്, ആകാശങ്ങളെക്കാളും ഭൂമിയേക്കാളും
വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നിടുക. അതിനു വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. പടച്ചറബിലേക്കുള്ള ഇസ്തിഗ്ഫാറിന് വേണ്ടിയാകട്ടെ ഇനിയുള്ള ദിനങ്ങളും നിമിഷങ്ങളും എന്ന് പറയുന്നത്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇതേ പദഘടനയിലുള്ള ഹദീസ് പലതവണ റമദാനിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ പദം മാറ്റിക്കൊണ്ടാണ് പാപമോചനം എന്ന ഓഫർ അള്ളാഹ് അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഓഫറിന്റെ പിന്നാലെയാണ്. പുതിയ കാലമൊക്കെ ഓഫറുകളാണ്. ഒരാഴ്ച ഇന്ന സ്ഥലത്ത് ഓഫറുണ്ട്, ഹൈപ്പർ മാർക്കറ്റിൽ, ടെക്സ്റ്റൈൽസിൽ, വാഹനമെടുക്കുന്നിടത്ത്, ഓൺലൈനിൽ, ഓഫ്ലൈനിൽ, ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ ഇന്ന വസ്തുവകകൾക്കൊക്കെ ഓഫർ ഉണ്ട് എന്നറിയുമ്പോൾ അതിനു വേണ്ടി ഒരാഴ്ച പിന്നാലെ പോകുന്നവർ, 24 മണിക്കൂർ സമയം മാറ്റി വെക്കുന്നവർ, അർദ്ധരാത്രിയിലെ 15 മിനിറ്റ് ഓഫർ ഉപയോഗപ്പെടുത്തി 5000 രൂപക്ക് ആപ്പിൾ ഫോണ് കരസ്ഥമാക്കിയെടുക്കുന്ന ആളുകൾ. അള്ളാഹു ഇതാ 10 ദിനത്തിലെ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിർണയത്തിന്റെ രാവിന്റെ ഓഫറാണത്. 1000 മാസങ്ങളേക്കാൾ പുണ്യമുള്ള ഓഫറാണത്. 83 വർഷവും 4 മാസവും 11ഓളം ദിവസങ്ങളും നമ്മൾ നിർവഹിക്കുന്ന കർമ്മം ഒരൊറ്റ രാവ് കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഓഫറാണ്. ഒരായുഷ്കാലത്തിനിടക്ക് ഇസ്ലാമിക ജീവിതം നയിച്ച് കർമ്മങ്ങളും ഇബാദത്തുകളും ആരാധനകളും ദിക്ർ ദുആകളും തിലാവത്തുൽ ഖുർആനും ഒക്കെയായി കഴിഞ്ഞുകൂടുമ്പോഴും ഉറക്കവും ഉണർച്ചയും ഭക്ഷണവും തീനും കുടിയും യാത്രയും എൻഗേജ്മെന്റുകളും ഒക്കെ ഉണ്ടാകും. അതിനിടക്കാണ് നമുക്ക് കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക എങ്കിൽ 83 വർഷത്തിലധികം ഒരായുഷ്കാലം, 83 വർഷം മൊത്തത്തിൽ കർമ്മം ചെയ്ത കൂലി അവസരമാണ് നിർണയത്തിന്റെ രാവ് ലഭിച്ചു കഴിഞ്ഞാൽ. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ എന്നാണ്. ആദ്യത്തെ 10ലും നോമ്പിന്റെ തുടക്കത്തിലും ഒരുക്കത്തിലും നമ്മൾ കേട്ടത് മൻ സാമ റമളാന ഈമാനം വഹ്തിസാബ. നോമ്പ് അനുഷ്ഠിച്ചതാരാണോ ഈമാനും ഇഹ്തിസാബും മാനദണ്ഡമാക്കിയെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. പിന്നെ രാത്രി നമസ്കാരത്തിന് ആവേശത്തോടു കൂടി നമ്മൾ പങ്കെടുത്തു. പടച്ച റബ്ബേ നിനക്ക് ഞങ്ങൾ ഇതാ സമർപ്പിതരായിരിക്കുന്നു എന്ന നിലക്ക് അവിടെയും നമ്മുടെ മനസ്സിന്റെ നിയ്യത്ത്, അങ്ങേയറ്റത്തെ ആഗ്രഹം ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടണമെന്നായിരുന്നു. അതിനുള്ള അവസരം രാത്രി നമസ്കാരത്തിൽ തറാവീഹിൽ അള്ളാഹു നിശ്ചയിച്ചു നൽകി. അതാണ് ഹദീസിൽ നമ്മൾ കേട്ടത്. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ രാത്രിയിൽ പടച്ച റബ്ബിന്റെ പ്രീതി കാംക്ഷിച്ച് വിശ്വാസബോധ്യത്തോടെ നിന്ന് നമസ്കരിക്കുന്നത് എങ്കിൽ അവരുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. അപ്പൊ ഈ 2 ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു എങ്കിൽ ഇനി അവസാനത്തെ 10 നിർണയത്തിന്റെ രാവ്, പാപമോചനത്തിന്റെ രാവുകൾ, ഇരവുകൾ. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി. ആർക്കാണോ നിർണയത്തിന്റെ രാവ് ലഭിക്കുന്നത് എങ്കിൽ ആ നിർണയത്തിന്റെ രാവിനെ ഉപയോഗപ്പെടുത്തേണ്ടതും ഈമാൻ, വിശ്വാസ ബോധ്യമുണ്ടാകണം. ഇഹ്തിസാബ്, അല്ലാഹുവേ നിർണയത്തിന്റെ രാവിൽ നീ എന്തൊക്കെ സവിശേഷതകളും സൗഭാഗ്യങ്ങളും അനുഗ്രഹവും കാരുണ്യവും പാപമോചനവുമാണോ നീ സംവിധാനിച്ചത്, ഒരുക്കി വെച്ചിട്ടുള്ളത് എങ്കിൽ അതെല്ലാം എനിക്ക് നീ നൽകണമെന്ന അങ്ങേയറ്റത്തെ പ്രതിഫലേച്ഛയോടെ നിർണയത്തിന്റെ രാവിന് കഴിച്ചുകൂട്ടുന്ന ആളുകൾക്ക് അല്ലാഹു ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു തരുമെന്നാണ്. അല്ലാഹു കാരുണ്യവാനാണ്, ഗഫൂറാണ്, വദൂദാണ്. അല്ലാഹു തവ്വാബാൻ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു ഇന്നഹു കാന തവ്വാബാ. സൂറത്തുൻ നസ്റിൽ നമ്മൾ ഓതാറുണ്ട്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ സ്തുതി കൊണ്ട് അവനെ നീ പ്രകീർത്തിക്കണം. വസ്തഗ്ഫിറുഹു, അതുവഴി അവനിലേക്ക് നീ ഇസ്തിഗ്ഫാർ നടത്തണം. ഇന്നഹു കാന തവ്വാബാ, തീർച്ചയായും അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. നീ നിരാശപ്പെടണ്ട. ആരും അറിയാതെ നീ പലതും ചെയ്തു പോയിട്ടുണ്ട്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി, രഹസ്യ സ്വഭാവത്തിലെ ആരും അറിയാതെ അങ്ങനെ പലതും സാമൂഹിക ഇടങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വിദേശങ്ങളിലും സ്വദേശങ്ങളിലും അങ്ങാടിയിലും അടുക്കളയിലും അരങ്ങത്തുമായി പല ചെയ്തികളും ചെയ്തു പോയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് ഒരുക്കമുണ്ടോ? ഒറ്റക്കിരുന്ന് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയാൻ ഒരുക്കമുണ്ടോ? ഒറ്റക്കിരുന്ന് പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്ത് അങ്ങനെ കണ്ണീർ പൊഴുക്കി പടച്ച റബ്ബിലേക്ക് തിരിഞ്ഞു നടക്കാൻ, പാപക്കറകൾ കഴുകിക്കളയാൻ നമുക്കൊരുക്കമുണ്ടോ? അതിനുവേണ്ടി ഇഅ്തികാഫ്, അവസാനത്തെ 10 നിർണയത്തിന്റെ രാവ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന ഹിജറ വർഷത്തിൽ 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു എന്നാണ്. അതല്ലാത്ത സമയങ്ങളിൽ, വർഷങ്ങളിൽ 10 ദിനം ഇഅ്തികാഫ് ഇരുന്നു എന്ന്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളും മക്കളും ഇസ്ലാമിക ഉമ്മത്തിലെ ഈ സമൂഹവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇനിയും ജീവിതം മാറ്റിപ്പണിയാൻ, സന്യാസത്തിലേക്ക് പോകാൻ ഇസ്ലാം കൽപ്പിക്കുന്നില്ല. കാട് കയറാൻ പറയുന്നില്ല. ആട് ജീവിതം നയിക്കാൻ പറയുന്നില്ല. ഭൗതികതയുമായി പറ്റേ ബന്ധം വിച്ഛേദിച്ചു പോകാൻ പറയുന്നില്ല.
40 ദിവസവും 60 ദിവസവും ജമാഅത്തായി തിരിക്കാൻ, അങ്ങനെ സമൂഹവുമായി കുടുംബവുമായി ബന്ധമില്ലാത്ത യാത്ര നടത്താനും പറയുന്നില്ല. പക്ഷേ വർഷത്തിലൊരിക്കൽ മണിക്കൂറുകൾക്കിടക്ക് മനസ്സിനെ നന്നാക്കാൻ വേണ്ടി നമസ്കാരവും, ദിവസങ്ങൾക്കിടക്ക് ജുമഅയും, മാസങ്ങൾക്കിടക്ക് റമളാനും, ഒരായുഷ്കാലത്തിനിടക്ക് ഹജ്ജും കടന്നു വരുമ്പോ പടച്ച റബ്ബ് അള്ളാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച റബ്ബിനറിയാം വർഷത്തിലൊരിക്കൽ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും അല്പസമയം ഐഹികവുമായി വിച്ഛേദിച്ച് ആത്മീയമായ ആനന്ദം അനുഭവിക്കുന്ന നിശ്ചിത സമയം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. അതാണ് അവസാനത്തെ 10 എന്ന് പറയുന്നത്. അതാണ് ഇഅ്തികാഫ് ഇരിക്കൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ തീരുമാനിക്കണം, മക്കളുമായി കൂടിയാലോചന നടത്തണം. നമ്മുടെ കുടുംബത്തിന്റെ ഈമാനിന്റെ ഇസ്ലാമിക ബോധത്തിന്റെ കറണ്ട് സ്റ്റാറ്റസ് നമ്മൾ എടുക്കണം. എന്നിട്ട് വരാനുള്ള 11 മാസം മുന്നിൽ കാണണം. 2025 ഈ വർഷത്തെ റമളാനിനോടനുബന്ധമായി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള്, കൊലപാതകങ്ങൾ, തട്ടിപ്പ്, വെട്ടിപ്പുകള്, ജീവഹാനികള്, നോമ്പ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പോലും യാസിർ ഷിബിലിയെ കുത്തിക്കൊലപ്പെടുത്തുകയാണ് എങ്കിൽ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇനി അങ്ങ് പിശാചുക്കളെ അഴിച്ചുവിടുന്ന സമയവും നരകം തുറക്കപ്പെടുന്ന മാസങ്ങളും വരുമ്പോ നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ഈമാനിന്റെ നിറവിൽ നിലനിൽക്കാൻ പാകത്തിൽ തഖ്വയുടെ ഇന്ധനം നിറക്കണം. അതിന് ഏതാനും തറാവീഹുകൾ മതിയാവുകയില്ല, ദിക്ർ ദുആകൾ മാത്രം മതിയാവുകയില്ല, നമ്മുടെ നോമ്പും മാത്രം മതിയാവുകയില്ല. അതിന് മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. പടച്ച റബ്ബിന്റെ ഭവനം നമ്മൾ സെലക്ഷൻ നടത്തണം. എന്നിട്ട് പടച്ച റബ്ബിന്റെ പള്ളിയിലേക്ക് ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ കടന്നു വരണം. എന്നിട്ട് ഓരോരുത്തരും ഒറ്റക്കിരുന്ന് വിവിധ സൽക്കർമ്മങ്ങളുടെ സംഗമ ഭൂമികയാക്കി അള്ളാഹുവിന്റെ മസ്ജിദുകളെ മാറ്റണം. അങ്ങനെ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനോട് തേടണം. ചെയ്തു പോയ തെറ്റുകളൊക്കെ ഏറ്റുപറയണം. ഇസ്ലാമിക വിജ്ഞാന വിഷയങ്ങൾ പഠിച്ചെടുക്കണം. പുതിയ കാല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കെൽപ്പിലേക്ക്, കപ്പാസിറ്റിയിലേക്ക് നമ്മളും മക്കളും ഈ അവസാനത്തെ 10 അവസരം കണ്ടെത്തണം. അതിനു വേണ്ടിയാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും പാടത്തേക്ക് പോയി 100 ഹബീബിനും 500 ഹബീബിനും പോയി ചൂഷണത്തിന് വഴിപ്പെട്ട് പൗരോഹിത്യ സദസ്സുകളിലേക്ക് പോയി ഏതെങ്കിലും പുരോഹിതന്മാര്, ഉസ്താദുമാര് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് പിന്നിൽ നിന്നുകൊണ്ട് ആമീൻ പറഞ്ഞാൽ കിട്ടുന്ന ഒന്ന് മാത്രമല്ല തൗബ, ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. കാരണം അവിടെ ചോദിക്കപ്പെടുന്ന തെറ്റാകുകയില്ല, നമ്മൾ ചെയ്തിട്ടുണ്ടാകലേ. അള്ളാഹുവിന് അറിയാം നമ്മൾ ചെയ്ത തെറ്റ്. എത്ര ന്യായീകരണം കണ്ടെത്തി ആളുകളുടെ മുന്നിൽ നമ്മൾ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും നമുക്കും പടച്ച റബ്ബിനും അറിയാം സ്വർഗം നഷ്ടപ്പെടുത്തുന്നതുണ്ടോ, അനുഗ്രഹം നിഷേധിക്കപ്പെടുന്നതുണ്ടോ, പ്രാർത്ഥന നിഷ്ഫലമാക്കി തീർക്കുന്നതുണ്ടോ, തെറ്റുകുറ്റങ്ങൾ ഏതൊക്കെ ഉണ്ട് എന്ന് നമുക്കും അള്ളാഹുവിനും അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കിരുന്ന് പടച്ച റബ്ബിനോട് തേടണം. അതാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. ആൾക്കൂട്ടത്തിനിടക്ക് ബഹളമയമായ അന്തരീക്ഷത്തിന്റെ ആവേശ അലതല്ലലല്ല തൗബയും ഇസ്തിഗ്ഫാറും എന്ന് പറയുന്നത്. ഓരോരുത്തരും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങണം. ഫസ്ബിർ, സഹനം അവലംബിക്കണം. ഇഅ്തികാഫ് അതേപോലെ ഒതുക്കമുണ്ടാകണം, ക്ഷമ കാണിക്കണം, സമയം കണ്ടെത്തണം. സൂറത്ത് ഗാഫിർ 55-ാമത്തെ ആയത്തിൽ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാണ്. അള്ളാഹു പാപമോചനം നൽകും, അള്ളാഹു ജീവിതത്തിൽ തസ്കിയത്ത് നൽകും. വസ്തഗ്ഫിർ, അതിന് നിർവഹിക്കേണ്ടത് പാപമോചനം തേടണം. ലിദംബിക, നീ ചെയ്തു പോയ തെറ്റുകൾ അത് കഴുകിക്കളയണം, അതിൽ നിന്ന് മുക്തി നേടണം. അള്ളാഹുവിനോട് പാപം ഏറ്റുപറഞ്ഞ് പൊറുക്കലിനെ തേടണം. വസബ്ബിഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കണം. ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിന്റെ പ്രകീർത്തനം കൊണ്ട്, ഹംദ് കൊണ്ട്, സ്തുതി കൊണ്ട്. ബിൽ അശിയ്യി വൽ ഇബ്കാർ, പ്രഭാതത്തിലും പ്രദോഷത്തിലും. പ്രദോഷത്തിലാണ് ഇഅ്തികാഫിലേക്ക് കടക്കല്. ഇന്ന് കടക്കാവുന്നതാണ്. ഒറ്റയിട്ട രാവുകൾ, അതല്ലാത്തത് അവസാനത്തെ 10 നിർണയത്തിന്റെ രാവ്. അവസാനത്തെ 10 ഏത് സമയവും നിങ്ങൾ പ്രതീക്ഷിക്കണമേ എന്ന് പ്രത്യേകം ഒറ്റയിട്ട രാവുകളിൽ 23, 25, 27, 29 എന്ന് നിലക്ക് ഏതെങ്കിലും ഒരു 27-ാം രാവ് കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന പ്രതീതിയും ചാരിതാർത്ഥ്യമടയിലും ഉണ്ടാകാൻ പാടില്ല. അവസാനത്തെ 10 ഒന്നടങ്കം ഉപയോഗപ്പെടുത്താനുള്ള സന്മനസ് തീർച്ചയായും നമ്മൾ നടത്തണം. എന്നിട്ട് റബ്ബിലേക്ക് ഏറ്റു പറയണം. ഖുൽ, പ്രവാചകരെ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ദേഹത്തോട് അന്യായം അക്രമം ചെയ്തു പോയ പാപം പേറി നടക്കുന്ന അടിമകളെ അവരോട് പറയണം, ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ്, ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന്. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരാൻ തവ്വാബായി ഗഫൂറായി അവൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ നമുക്കതിന് സമയമുണ്ടോ?
നമുക്കതിന് സൗകര്യമുണ്ടോ? അതല്ല നമ്മൾ ഷോപ്പിങ്ങിലേക്ക്, അങ്ങാടികളിലേക്ക്, അലസതയിലേക്ക്, സോഷ്യൽ മീഡിയകളിലേക്ക്, സമയം കളയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് പോയി ഈ 10 ദിനങ്ങളും അശ്രദ്ധമാക്കുകയാണോ? അതല്ല ആസൂത്രണ വൈഭവത്തോടെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണോ? എന്താണ് അവസാനത്തെ 10 നിർണയത്തിന്റെ രാവിൽ നടക്കുന്ന മനോഹരമായ പ്രതിഭാസങ്ങൾ? പടച്ച റബ്ബിന്റെ സവിധത്തിൽ നിന്നുള്ള അതിഥികള് പ്രതിവർഷത്തിലൊരിക്കൽ പ്രത്യേകമായി ഭൂമിയിലേക്ക് വരുന്ന സമയമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നിർണയത്തിന്റെ രാവ് എന്താണ് എന്ന് നിനക്കറിയാമോ? തീർച്ചയായും വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. ഖുർആൻ ചോദിക്കുകയാണ്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാവിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് പറയാൻ. എന്നിട്ട് അനുവാചകരോട് ഖുർആൻ വായിക്കുന്ന നമ്മോട് ചോദിക്കുകയാണ്, കൂടുതൽ ശ്രദ്ധ വരുന്നതിന് വേണ്ടി ഖുർആനിന്റെ ഒരു ശൈലിയാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാവിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? നമുക്കൊന്നും അറിയില്ല. അപ്പൊ നമ്മൾ അതിന്റെ ഗൗരവം പറയാ, അതിന്റെ പ്രാധാന്യം പറഞ്ഞു തരിക. അൽ ഖാരിഅ മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ. ആ ഭയങ്കര സംഭവം എന്താണ്? ആ ഭയങ്കര സംഭവം അന്ത്യനാളിൽ സംഭവിക്കുന്നത്. വമാ അദ്റാക മൽ ഖാരിഅ, ആ ഭയചകിത സംഭവത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം, നിനക്കറിയാമോ എന്ന് ചോദിക്കുക. എന്നിട്ട് അള്ളാഹു അതിന്റെ നിർവചനം ബാക്കി പറഞ്ഞു തരികയാണ്. കാരണം അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. അതേ ശൈലിയാണ് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, നിർണയത്തിന്റെ രാവ് എന്താണ് എന്ന് നിനക്ക് എന്തറിയാം? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളേക്കാൾ പുണ്യമായ രാവ്. ഒരു റക്അത്തെങ്ങാനും നിസ്കരിക്കാൻ കഴിഞ്ഞാൽ 83 വർഷത്തിലധികം ആ റക്അത്ത് നമസ്കരിച്ച കൂലി ലഭിക്കുകയാണ്. നഷ്ടപ്പെടുത്തി കളയണോ നമ്മൾ? കുറഞ്ഞ ആയുസ് കൊണ്ട് സ്വർഗത്തോളം ഉയരാൻ സാധിക്കുന്ന അവസരം അസുലഭമാണ്, അനർഘ നിമിഷമാണത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അന്ന് നടക്കുന്ന തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, ജിബ്രീലിന്റെ നേതൃത്വത്തിൽ ആകാശ ലോകത്ത് നിന്ന് മാലാകമാർ ഭൂമിയിലേക്ക് വരികയാണ്. അവർ അള്ളാഹുവിന്റെ അതിഥികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അവരെ അയക്കുന്നത്. അവർ ഭൂമിയിലേക്ക് ഇങ്ങനെ വരുമ്പോ നമ്മെ നിരീക്ഷിക്കുന്ന സമയത്ത് അവർ എന്തുമായിട്ടാ വരുന്നത്? സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം പ്രദോഷം മുതൽ തുടങ്ങി പ്രഭാതോദയം വരെ സമാധാനമാണ്. സലാം. കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആഗോളതലത്തിൽ സമാധാനത്തിന് വേണ്ടി, സഹവർത്തനത്തിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് ഈ ഭൂമികയിൽ വേണ്ടത് സമാധാനമാണ് എങ്കിൽ ആ സമാധാന സന്ദേശവുമായി, ആ സമാധാനം ലഭിക്കാനുള്ള അനുഭൂതിയുമായി മാലാകമാരതാ കടന്നു വരുന്നു. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ആ സമാധാനം നേടാൻ, ദാമ്പത്യം സമാധാനപൂർണമാക്കാൻ, മക്കളും മാതാപിതാക്കളും തമ്മിൽ സമാധാന സ്നേഹത്തിന്റെ നന്മയാർന്ന സംഗമമാക്കി തീർക്കാൻ വേണ്ടി, മനുഷ്യർക്കിടക്ക് സമാധാനം വിരിയിക്കാൻ വലിയ ഊർജം സംഭരിക്കുന്ന അവസാനത്തെ 10 നിർണയത്തിന്റെ രാവിനെ ഈ ഉമ്മത്തി എത്രമേൽ ഉത്തരവാദിത്തത്തോടെ ഉറ്റാലോചിച്ച് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ആയത്ത് നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പാകണം ഈ അവസാനത്തെ 10 തുടക്കത്തിന്റെ ഈ സമയത്ത് തീർച്ചയായും നമ്മൾ നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي أنعمنا وأسعدنا بشهر رمضان المبارك وهو الذي أنزل القرآن في هذا الشهر العظيم والصلاة والسلام على القائل يا أيها الناس توبوا إلى الله توبة نصوحا فإني أتوب في اليوم 100 مرة. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനീ വിധിവിലക്കുകൾ, അതിലേറ്റവും നിർണായകമായ സമയങ്ങളെ സമ്പൂർണമായി ഇസ്ലാമിക ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഉത്ബുദ്ധരായ വിശ്വാസി വിശ്വാസിനികളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ പൂർണ്ണതയിൽ ലഭിച്ച് പാപമോചനം സമ്പൂർണമായി നേടിയെടുക്കുന്ന, അള്ളാഹുവിൻ്റെ വിവിധ കാരുണ്യങ്ങൾക്ക് പാത്രമായി തീരുന്ന അനുഗ്രഹീതരായ വിനയാന്വിതരായ അടിമകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ റമളാൻ പല വിധത്തിലായി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റത്തെ നിർഭയത്വത്തോടുകൂടി റമളാനിക ജീവിതം നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഇത് അവസാനത്തെ 10 പ്രവേശിക്കാനിരിക്കുകയാണ്.
പക്ഷേ ഇതേ സമയം തന്നെയാണ് 2-3 ദിനങ്ങളിലായി പലസ്തീനിലെ ഗസയിൽ എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ ധാർമ്മികത, മനുഷ്യാവകാശത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള സാധ്യതകളെയൊക്കെ അസ്ഥാനത്താക്കി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരവാദി നെതന്യാഹു മനുഷ്യരുടെ മയ്യത്ത് കൊണ്ട് വളരെ സങ്കടകരമായ കാഴ്ചകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഛേദനയേറ്റ മൃതദേഹങ്ങൾ, 2 ദിവസത്തെ ആക്രമണം കൊണ്ട് 100-ലധികം ഫ്ലൈറ്റുകൾ, മിസൈൽ പതിക്കൽ, എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ആ മണ്ണിൻ്റെ മക്കൾ ചെറിയ രൂപത്തിൽ ജീവിതത്തിൻ്റെ നാമ്പ് മുളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ ടെൻറ്റുകൾ, ഇഫ്താറുകൾ, പൊളിച്ചടക്കപ്പെട്ട ബിൽഡിങ്ങിൻ്റെ സമീപം റഫയിലും ഖാൻ യൂനിസിലും ബൈത്തുലാഹിയയിലും ഒക്കെയായിട്ട് പരിമിതമായ സൗകര്യങ്ങൾ. ആ ടെൻറ്റിലേക്കൊക്കെ 100 ഫ്ലൈറ്റുകൾ അയച്ച് മിസൈലുകളൊക്കെ പതിപ്പിച്ച് 2 ദിവസം കൊണ്ട് 700-ലധികം ആളുകളെ കൊന്നു തള്ളാൻ ആ മനുഷ്യനല്ലാതെ, സൈന്യത്തിനല്ലാതെ ലോകത്ത് മറ്റാർക്കാണ് സാധിക്കുക? നാസി ജർമ്മനിയിലെ ഹിറ്റ്ലർ നാണിപ്പിക്കുന്ന എത്നിക് ക്ലൻസിങ്, വംശീയ ഉന്മൂലനത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റ്ലർ ബാക്കി വെച്ച ജൂതർക്ക് ആതിഥേയത്തിൻ്റെ സംസ്കാരം കൊണ്ട് ആ മണ്ണിൽ തങ്ങളുടെ മണ്ണ് പകുത്തു കൊടുത്തു എന്ന തെറ്റ് മാത്രം ചെയ്തവർ നിഷ്ഠൂരമായ അക്രമത്തിന് വിധേയമാകുമ്പോൾ ലോകം നിശബ്ദതയിലാണ്. ലോകം നിശബ്ദതയിൽ UN-ഉം GCC-യും OIC-യും പല ഇംഗ്ലീഷ് പേരുകൾ അക്ഷരം ചേർത്ത് വെച്ച പലതും ലോകത്തുണ്ട്. മനുഷ്യാവകാശ സംഘടനകൾ, ആരുടെയും ശബ്ദം ഉയരുന്നില്ല. ട്രംപൻ, ഇത്രമേൽ അവിവേകിയായ ഒരു മനുഷ്യൻ ഈ ലോകത്തെ എവിടെ എത്തിക്കുമെന്ന് ലോക പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന ആളുകൾ ഒക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ അക്രമം അഴിച്ചുവിടുകയാണ്. സമയം പോലും കൊടുക്കുന്നില്ല. അഭയാർത്ഥികളും അനേക ലക്ഷങ്ങളും ഒക്കെയായി പുറന്തള്ളപ്പെട്ട ജനത തിരിച്ചു വന്നതാണ്. ഇനി സന്ധിയിലായി എന്ന് പറഞ്ഞതാണ്. ഈ റമളാൻ പോലും ആലോചിച്ച് നോക്കൂ, ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ്. അതേ അവസരത്തിൽ ഹമാസ് പിടിച്ച ബന്ദികളെ തിരിച്ചു കൊടുക്കുന്നത് എത്ര സമാധാനപൂർണമായി. തിരിച്ചു പോകുന്ന ബന്ദികൾ പോലും സന്തോഷം രേഖപ്പെടുത്തി പോകാൻ. പക്ഷേ അതുകൊണ്ടൊന്നും തൻ്റെ അധികാരം നിലനിൽക്കുകയില്ല എന്ന്, അധികാരത്തിൽ തുടരാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന ഈ കോപ്രായങ്ങളെ, ഈ ഉന്മൂലനത്തെ, ഈ അക്രമത്തെ, മനുഷ്യാവകാശ ധ്വംസനത്തെ പിടിച്ചു കെട്ടാൻ, ഒന്ന് പ്രതിഷേധിക്കാൻ, അതിനുവേണ്ടി ഒരു ഇടപെടലുകൾ നടത്താൻ സാധിക്കാതെ ഇത്രമേൽ മനുഷ്യർ, ലോകരാഷ്ട്രങ്ങൾ ദുർബലപ്പെട്ടുപോയി എന്ന് ആലോചിക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തണം. അള്ളാഹു അതിജീവനം നൽകുമാറാകട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണ് ഫലസ്തീനികൾക്കുള്ളതാണ്. അത് ഹദീസ് അറിയിച്ചതാണ്. പക്ഷെ അതിൻ്റെ ഡേറ്റും തീയതിയും ദിവസവും നമുക്കറിയുകയില്ല എന്ന് മാത്രം. തീർച്ചയായും ജൂതന്മാർ ചൂളിപ്പോകുന്ന ദിനം, സൈനിസ്റ്റുകൾ ചൂളിപ്പോകുന്ന ദിനം സമീപം തന്നെയാണ്. ആരൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും, ആരൊക്കെ വിമർശിച്ചാലും ഇല്ലെങ്കിലും, ആ മണ്ണിൻ്റെ മക്കൾക്ക് ജന്മനാടിൻ്റെ സാക്ഷാത്കാരം തീർച്ചയാണ്. ഇതിലേക്കുള്ളൊരു പ്രതീക്ഷ കൂടിയാണ്. ഇന്ന് റമളാൻ 20-നാണ് മക്ക വിജയം നടന്നത്. ഹിജറ 8-ാം വർഷം. അന്ന് റമളാൻ 20 വെള്ളിയാഴ്ചയാണ് മക്ക വിജയം നടന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വിജയത്തിന് തീർച്ചയായും കാതോർക്കണം. വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. 700-ഓളം ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ 200-ലധികം കുഞ്ഞുങ്ങളാണ്. മിഠായി പുതിയ പോലെ മയ്യത്തിൽ കഫൻ ചെയ്തിട്ട് ഒരു മനുഷ്യൻ ഇന്നലെ ആ ന്യൂസ് വായിച്ചപ്പോൾ ബോംബ് വന്ന് വീണ് കരിഞ്ഞുപോയ, ഇരുണ്ടുപോയ കുട്ടിയുടെ ശരീരം ഉയർത്തിപ്പിടിച്ച് ഈ കുട്ടി നിങ്ങളോട് എന്താ ചെയ്തത് എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്തിനാണ്? ലിമാദ അൻതും തഖ്തുലൂനൽ അബ്രിയാ അസ്ബിയാൻ, പാവപ്പെട്ട നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്തിനാണ് കൊന്നു തള്ളുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും വീഡിയോ ആയിട്ടും പോസ്റ്റായിട്ടും കമൻ്റായിട്ടും ലേഖനമായിട്ടും ജീവിക്കുന്ന ഉദാഹരണമായിട്ടും കൊല്ലപ്പെടുന്ന രംഗങ്ങളായിട്ടും കണ്ടുമുട്ടിയിട്ട് പോലും സക്രിയമായ ഇടപെടലുകൾ നടത്താതെ അറബ് ലോകങ്ങൾ, ഇസ്ലാമിക ഭരണാധികാരികൾ മദീന പള്ളിയിലേക്കും മസ്ജിദുൽ ഹറമിലേക്കും ഇഅ്തികാഫിന് പോകേണ്ട സമയമല്ല അവരോടാണ്. അവർ നിർവഹിക്കേണ്ടത്, പ്രവാചകൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ പ്രയാസം നീക്കാൻ വേണ്ടി അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെടലാണ് മദീന പള്ളിയിൽ 1 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ഉത്തമമായി തീർന്നത് എന്ന ഹദീസാണ്. ഞാൻ ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഡയാലിസിസിന് പ്രയാസപ്പെടാൻ, ക്യാൻസർ പേഷ്യൻ്റാണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആളില്ല എങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇഅ്തികാഫ് അവസാനിപ്പിച്ച് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് എൻ്റെ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്നാൽ അതിൻ്റെ വിശാലമായ അർത്ഥതലം, പുതിയ കാലം, സമകാലിക ലോകം, പരീക്ഷിത ലോകം, ഫലസ്തീൻ അവസ്ഥ, ഭരണാധികാരികൾ നിലവിൽ ചെയ്യേണ്ടത് ഇഅ്തികാഫല്ല. ഒരു മനുഷ്യന്റെ പ്രയാസമല്ല,
1000 മനുഷ്യരുടെ സ്വപ്നങ്ങൾ, ലക്ഷക്കണക്കിന് 10-25 ലക്ഷം മനുഷ്യരാണ് തുറന്ന ജയിലായി ഗസ മാറിയതിന് ശേഷം 1-2 വർഷത്തോളമായി ഈ പീഡിത ജനവിഭാഗമായി കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നയതന്ത്ര തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക, അതിനുവേണ്ടി എന്താണോ ഉപരോധവും ബഹിഷ്കരണവും അടക്കമുള്ള, നേർക്കുനേരെ യുദ്ധത്തിലേക്കല്ലെങ്കിലും ഉപരോധവും ബഹിഷ്കരണവും അടക്കമുള്ള നടപടികളിലേക്കൊക്കെ ഇനിയും കടക്കാൻ കഴിയാതെ അതിന്റെ കാരണം വെറും ഹുബ്ബുദ്ദുനിയയാക്കി മറ്റ് ന്യായങ്ങൾ കണ്ടെത്തി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ചാമ്പലാകും, ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന ദൗർബല്യം പറയേണ്ട സമയമല്ല, ന്യായം ചമക്കേണ്ട സമയമല്ല. എന്താണോ ചെയ്യാൻ സാധിക്കുക എങ്കിൽ അതിന് കൂടിയാലോചനകൾ നടത്തി ആ മനുഷ്യരുടെ ജനലക്ഷങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കലാണ് അറബ് ഭരണാധികാരികളുടെ 57 ഇസ്ലാമിക രാജ്യങ്ങളുടെ മുസ്ലിം സമൂഹത്തിന്റെയൊക്കെ ഇഅ്തികാഫ് ആ ഒരർത്ഥത്തിൽ നിന്ന് തിരിച്ചറിയണം. അതിനുവേണ്ടി സാധ്യതയുള്ളവർ ഇറങ്ങേണ്ട സമയം കൂടിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനവർക്ക് ഇസ്സത്ത് നൽകുമാറാകട്ടെ, പക്വതയും പാകതയും വിവേകവും സ്ഥൈര്യവും ധൈര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസരോചിതമായ ഇടപെടലുകൾ കാലം കാതോർക്കുമ്പോൾ അതിനുവേണ്ടി ഇടപെടാൻ അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, സമാധാനപൂർണമായ റമളാനിനെ ക്രൂരതയിലേക്ക് എത്തിക്കുന്ന യാങ്കി ഭരണകൂടത്തെ നീ തകർക്കണമേ നാഥാ. അവരുടെ കുതന്ത്രങ്ങളെ നിന്റെ തന്ത്രങ്ങൾ കൊണ്ട് നീ തരിപ്പണമാക്കി തീർക്കണമേ നാഥാ. അള്ളാഹുവെ, നീ അല്ലാതെ മറ്റൊരു വഴിയുമില്ലാത്തിടത്തേക്ക് ആ പ്രശ്നം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അള്ളാഹുവെ, ബദറില് നിർണായക സമയങ്ങളില് നിന്റെ ഇടപെടൽ ഇസ്ലാമിക സമൂഹത്തിന് തണലായി മാറിയിട്ടുണ്ട്. ഞങ്ങളത് കാത്തിരിക്കുകയാണ് റബ്ബേ. നിന്റെ സഹായം അവരുടെ മേൽ നീ നൽകണമേ നാഥ. ആ മണ്ണ് അവർക്ക് തിരിച്ചു കൊടുക്കണമേ നാഥ. ആവോളം ആ പരീക്ഷണത്തിൽ നിന്ന് അവരും ഞങ്ങളും പാഠം പഠിച്ചിട്ടുണ്ട് റബ്ബേ. ഇനിയും അവരെ കൂടുതൽ പ്രയാസകരമായ അവസ്ഥയിലേക്ക് എത്തിക്കരുതേ നാഥ. അള്ളാഹുവെ, വിശുദ്ധ റമളാനിൽ അവർക്ക് വേണ്ടി വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് ഉയർത്തി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നീ ഇജാബത്ത് ഉത്തരം നൽകണമേ നാഥ. അള്ളാഹുവെ, പ്രാർത്ഥന നിഷ്ഫലമായി തീരുന്ന ഏതെങ്കിലും തരത്തിലുള്ള സ്ഖലിതങ്ങൾ, തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നീ പുറത്തു മാപ്പാക്കി തരയണമേ റബ്ബേ. അള്ളാഹുവെ, നിർണയത്തിന്റെ രാവിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ ഒരുക്ക സംസാരങ്ങൾ, ഈ ജുമയിൽ പങ്കെടുക്കൽ, തിരിച്ചു പോകൽ. അള്ളാഹുവെ, പുതിയ കാലത്ത് ഞങ്ങളുടെ കുടുംബഘടനകളെ നന്നാക്കി പണിയാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തം ഞങ്ങളിലുണ്ട്. ആ പാരന്റിങ് ഏറ്റെടുത്ത രക്ഷിതാക്കളാണ് നാഥ. അള്ളാഹുവെ, മക്കളെ സ്വർഗം വരെ എത്തിക്കുന്ന വിധത്തിൽ, ഞങ്ങൾക്ക് തന്നെ ശേഷിക്കുന്ന കാലത്ത് ഉപകാരപ്പെടുന്ന വിധത്തിൽ, മരിച്ചു പിരിഞ്ഞാലും വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സൽസന്താനങ്ങളാക്കി തീർക്കുന്ന വിഷയത്തിൽ പരിശ്രമിക്കേണ്ടവരാണ് നാഥാ ഞങ്ങൾ. അള്ളാഹുവെ, ആ മാനത്ത് നിറവേറ്റാൻ ഞങ്ങൾക്ക് നീ അറിവ് നൽകണമേ, അവധാനത നൽകണമേ റബ്ബേ, പ്രബുദ്ധത നൽകണമേ, തൗഫീഖ് പ്രദാനം ചെയ്യണമേ. അള്ളാഹുവെ, ഞങ്ങൾ ഈ റമളാനിൽ രാപ്പകൽ ഭേദമന്യേ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ സൽക്കർമ്മങ്ങൾ, രാത്രി നമസ്കാരം, വിശുദ്ധ ഖുർആൻ പാരായണം, നിന്നോടുള്ള തേട്ടങ്ങൾ, ദിക്ർ ദുആകൾ, ദാനധർമ്മങ്ങൾ, നിസാബ് അനുസരിച്ച് സക്കാത്ത് കൊടുക്കൽ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അള്ളാഹു എല്ലാത്തിനും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി അതുവഴി ഞങ്ങളുടെ സ്വർഗം നീ എളുപ്പമാക്കി തീർക്കണമേ നാഥ. ഞങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മം വരാനിരിക്കുന്ന ഞങ്ങളുടെ പരീക്ഷണത്തിന്റെ പ്രതിരോധമാക്കി തീർക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് നീ സാഫല്യം നൽകണമേ. അള്ളാഹുവെ, വിവിധ അസുഖങ്ങളാൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന യാത്രകളിലേക്ക്, വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സക്കും ടെസ്റ്റിനും വേണ്ടി കയറി ഇറങ്ങുന്ന ഒരുപാട് മനുഷ്യർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഉടപ്പിറപ്പുകൾ, പ്രാർത്ഥനക്ക് വസിയത്ത് പറഞ്ഞവർ, അള്ളാഹുവെ, അവരുടെ കുട്ടികളുടെ വിഷയം, മാതാപിതാക്കളുടെ വിഷയം, ഇണകളുടെ വിഷയം, അവരവരുടെ തന്നെ ഞങ്ങളുടെ തന്നെ വിഷയം, രോഗവിഷയത്തിൽ നീ ശമനം നൽകണമേ. നീയാണ് ഷാഫിയായ നാഥൻ. ഉത്തരം ലഭിക്കുന്ന റമളാനിന്റെ സമയം, വെള്ളിയാഴ്ച ദിനം, അള്ളാഹുവേ, നോമ്പുകാരായിരിക്കെ രോഗവിഷയത്തിൽ നിന്നോട് ഞങ്ങൾ യാചിക്കുകയാണ്, ചോദിക്കുകയാണ്. ഞങ്ങളുടെ ആവലാതി കേട്ട് നീ ശമനം നൽകി ആയുസ് ദൈർഘ്യവും ആഫിയത്തുമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തിരിച്ചു നൽകണമേ നാഥ. രോഗികൾക്ക് നീ നൽകണമേ നാഥ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്